ഹലോ എവ്രി വൺ. സോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ BA ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ എന്നുള്ള കോഴ്സിൻ്റെ 4th സെമസ്റ്ററിലുള്ള ആൻസിലറി കോഴ്സായിട്ടുള്ള ന്യൂസ് റിപ്പോർട്ടിംഗ് ആൻഡ് എഡിറ്റിംഗ് എന്നുള്ള സബ്ജക്റ്റിൻ്റെ ബ്ലോക്ക് 6 ആയിട്ടുള്ള ഹെഡ്ലൈനിങ് ആൻഡ് പേജ് ലേഔട്ട് എന്നുള്ള ബ്ലോക്കിൻ്റെ യൂണിറ്റ് 2 ആയിട്ടുള്ള റൈറ്റിംഗ് എഫക്റ്റീവ് ഹെഡ്ലൈൻസ് എന്നുള്ള യൂണിറ്റാണ്. ഓക്കെ, ഇതിന് മുന്നേ ഉള്ള എല്ലാ യൂണിറ്റിൻ്റെയും വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആവശ്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ കണ്ടു നോക്കുക. ഈ ഒരു യൂണിറ്റിൽ ഹെഡ്ലൈൻസ് എങ്ങനെ എഫക്റ്റീവായിട്ട് നമുക്ക് എഴുതാം എന്നുള്ളതിനെക്കുറിച്ചാണ് പറയുന്നത്. എന്തിനാണ് നമ്മൾ ഹെഡ്ലൈൻസ് യൂസ് ചെയ്യുന്നത്, വൈ ഹെഡ്ലൈൻസ്, ഹെഡ്ലൈൻസിൻ്റെ പാറ്റേൺസിൽ വന്നിട്ടുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ്, എഫക്റ്റീവായിട്ടൊരു ഹെഡ്ലൈൻ നമുക്ക് എങ്ങനെ എഴുതാം എന്നുള്ള കാര്യങ്ങളാണ് നമ്മളിതിൽ നോക്കുന്നത്. ആദ്യം തന്നെ വൈ ഹെഡ്ലൈൻസ് എന്നുള്ളതാണ്. അതായത് എന്താണ് അതിൻ്റെ ഇമ്പോർട്ടൻസ്, എന്താണ് അതിന് ഇത്രത്തോളം ഇമ്പോർട്ടൻസ് ഉള്ളത് എന്നുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഹെഡ്ലൈൻ എന്ന് പറയുന്നത് ഒരു ന്യൂസ് സ്റ്റോറിയുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാർട്ടാണ്. ഫസ്റ്റ് ഇംപ്രഷൻ ഇസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ എന്നൊക്കെ പറയുന്ന രീതിയിൽ ആദ്യം നമ്മൾ കാണുന്നത് ഹെഡ്ലൈൻസ് ആണ്. സോ വാട്ട് വി സീ, ഹിയർ, ഫീൽ ഓർ എക്സ്പീരിയൻസ് ഇൻ അവർ ഫസ്റ്റ് വ്യൂ ഓഫ് സംതിങ് റിഫ്ലെക്ട്സ് ഹൗ വി വാല്യൂ ദ റെസ്റ്റ് ഓഫ് ഇറ്റ് എന്നുള്ളതാണ് നമ്മൾ പൊതുവെ പറയാറുള്ളത്. അതായത് നമ്മൾ ആദ്യം എന്താണോ കാണുന്നത് അതിൽ നിന്ന് നമ്മൾ എന്താണോ പെർസീവ് ചെയ്യുന്നത് ആ രീതിയിലായിരിക്കും നമ്മൾ ബാക്കിയുള്ളത് മുഴുവൻ അതിനെ വിലയിരുത്തുക എന്നുള്ളത് കൊണ്ട് തന്നെ ഹെഡ്ലൈൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഹെഡ്ലൈൻ വായിച്ചിട്ടാണ് എന്ത് ഡിസൈഡ് ചെയ്യുക, ബാക്കി സ്റ്റോറി വായിക്കണോ വേണ്ടേ എന്നുള്ളത് നമ്മൾ ഡിസൈഡ് ചെയ്യുക. സ്റ്റോറി ഇൻ ദ സെൻസ് ന്യൂസ് സ്റ്റോറി കേട്ടോ. സോ ഹെഡ്ലൈനിലൂടെയാണ് പീപ്പിൾസ് ആ ഒരു സ്റ്റോറീനെ മനസ്സിലാക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പാർട്ടാണ് ഹെഡ്ലൈൻ എന്നുള്ളത്. അത് ഇൻട്രസ്റ്റിംഗ് ആയിരിക്കണം, ഇൻഫർമേറ്റീവ് ആയിരിക്കണം, റീഡറിനെ ബാക്കിയുള്ളത് വായിക്കാൻ എൻകറേജ് ചെയ്യുന്നതായിരിക്കണം, അക്യുറേറ്റ് ആയിരിക്കണം, ക്രെഡിബിൾ ആയിരിക്കണം. നമ്മളിതെല്ലാം കഴിഞ്ഞ ചാപ്റ്ററിൽ നോക്കിയിട്ടുണ്ടായിരുന്ന കാര്യങ്ങളാണ്. അതന്നെയാണ് ഇവിടെ റിപ്പീറ്റ് ചെയ്ത് പറയുന്നത്. മാക്സിമം ഇൻഫർമേഷൻ നമ്മളതിൽ പക്ഷേ ബ്രീഫായിട്ട് അതിൽ ഉൾക്കൊള്ളിക്കാൻ സാധിച്ചിട്ടുണ്ടായിരിക്കണം. അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞിട്ട് 3-4 പോയിന്റ് കൊടുത്തിട്ടുണ്ട്. അതായത് എസെൻസ് ഓഫ് ദ സ്റ്റോറി ആ ഒരു ഹെഡ്ലൈനിൽ നമുക്ക് കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ടായിരിക്കണം. പീപ്പിളിൻ്റെ അറ്റൻഷൻ ഗ്രാബ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരിക്കണം. ഇമ്പോർട്ടൻസ് ഓഫ് ദ ന്യൂസ് എന്താണ്, എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂസാണത് എന്നുള്ളത് അതിൽ നമുക്ക് കാണിക്കാൻ പറ്റിയിട്ടുണ്ടായിരിക്കണം. ബിസി റീഡറിനെ സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരിക്കണം. ഒരു ഓവറോൾ ടോൺ എങ്ങനെയാണ് എന്നുള്ളത് പറഞ്ഞു കൊടുക്കാനായിട്ട് ഹെഡ്ലൈനിനെ കൊണ്ട് സാധിച്ചിട്ടുണ്ടായിരിക്കണം. ഓക്കെ, ഇനി ഹെഡ്ലൈനിൻ്റെ കണ്ടൻറ്റ് എന്താണെന്നാണ് പറയുന്നത്. ക്ലിയർ ആയിരിക്കണം, സ്പെസിഫിക് ആയിരിക്കണം. ഒരു ബിസി റീഡർക്ക് ഹെഡ്ലൈൻ വായിച്ചാൽ തന്നെ എന്താണ് സ്റ്റോറിയിൽ പറഞ്ഞിരിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ടായിരിക്കണം. സ്ട്രൈറ്റ് ഫോർവേഡ് ആയിട്ടുള്ള ഹെഡ്ലൈൻസ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ ഭയങ്കര ഈസിയാണ്. ലിറ്റററി ഡിവൈസസ് ഒക്കെ യൂസ് ചെയ്ത് നമുക്ക് ഹെഡ്ലൈൻ എഴുതാവുന്നതാണ്. അതായത് കോട്ടോ റൈമോ അലൂഷൻസോ ഒക്കെ യൂസ് ചെയ്യാവുന്നതാണ്. കുറച്ചുകൂടെ റീഡേഴ്സിൻ്റെ അറ്റൻഷൻ ഗ്രാബ് ചെയ്യുക എന്നുള്ളതാണ് ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് തന്നെയാണ്, കഴിഞ്ഞ ചാപ്റ്ററിൻ്റെ റിപ്പീറ്റേഷൻ തന്നെയാണ് വരുന്നത്. ദെൻ ചേഞ്ചിങ് പാറ്റേൺസ് ഓഫ് ഹെഡ്ലൈൻസ് എന്ന് പറഞ്ഞിട്ട് ടോപ്പിക് കൊടുത്തിട്ടുണ്ട്. ഓരോ ന്യൂസ് പേപ്പറിനും അതിൻ്റെതായിട്ടുള്ള ഒരു സ്പെസിഫിക് പാറ്റേൺ ഉണ്ടാവും ഹെഡ്ലൈൻസ് ഉണ്ടാക്കുന്ന സമയത്ത്. ഇപ്പോൾ മോഡേൺ എറ ആയതുകൊണ്ട് തന്നെ മറ്റേ ന്യൂസ് പേപ്പറിൻ്റെ ലേഔട്ടും സെറ്റിങ്സിലും എല്ലാം പഴയതിൽ നിന്നും ഒരുപാട് ചേഞ്ചസ് വന്നിട്ടുണ്ട്. പ്രിൻറ്റ് മീഡിയയിൽ നമുക്ക് കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് നമ്മൾ പ്രൈമറിലി യൂസ് ചെയ്യുന്നത് കുറച്ചുകൂടി അട്രാക്റ്റീവ് ആയിട്ടൊരു സ്റ്റൈലാണ്. ഓക്കെ, ന്യൂസ് റൈറ്റിംഗ്, അതിൻ്റെ പേജ് ലേഔട്ട്, അതിനെല്ലാത്തിനും ഓരോരുത്തർക്കും ഓരോ സ്റ്റൈലുകളുണ്ട്. ഓരോ ന്യൂസ് പേപ്പേഴ്സിനും ഓരോ സ്റ്റൈലുകളുണ്ട്. അതിൽ കുറേ അധികം വ്യത്യാസങ്ങൾ നമുക്കിപ്പോൾ വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. ഒരു പെർട്ടിക്കുലർ സ്റ്റൈലോ സ്ട്രക്ചറോ ഫോളോ ചെയ്യണമെന്നില്ല. ഇപ്പോൾ കുറച്ചുകൂടെ ടൈപ്പ് ഓഫ് ന്യൂസിനനുസരിച്ച് ഹെഡ്ലൈനിൻ്റെ പാറ്റേൺ അല്ലെങ്കിൽ ഹെഡ്ലൈനിൻ്റെ സ്ട്രക്ചർ ചേഞ്ച് ചെയ്യുന്ന രീതിയാണ് ഇപ്പോൾ ഉള്ളത്. ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഫോണ്ടും സ്റ്റൈലുകളും സൈസുകളും ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. കുറച്ചുകൂടെ കോൺഷ്യസ് ആയിട്ട് അതിൻ്റെ റീച്ച് എങ്ങനെയാണ്, അതിൻ്റെ ഫ്രീക്വൻസി എങ്ങനെയായിരിക്കും എന്നുള്ളതൊക്കെ മനസ്സിലാക്കിയിട്ടാണ് ന്യൂസ് പേപ്പേഴ്സ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു ഹെഡ്ലൈൻസിനെ ഡ്രാഫ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, സോഷ്യൽ മീഡിയ ന്യൂസ് പേപ്പേഴ്സിന് ഇപ്പോൾ ഒരു ചലഞ്ചായിട്ട് വന്നിട്ടുള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. കുറച്ചുകൂടെ സോഷ്യൽ മീഡിയാസിലൂടെ അല്ലെങ്കിൽ ഓൺലൈനായിട്ടുള്ള റീഡിങ് കുറച്ചുകൂടെ പ്രിഫർ ചെയ്യുന്ന ആൾക്കാരാണ് ഇപ്പോൾ ഉള്ളത്. എന്നുള്ളത് കൊണ്ട് തന്നെ ന്യൂസ് പേപ്പേഴ്സും അതിനനുസരിച്ച് മാറുന്നുണ്ട് എന്നാണ് പറയുന്നത്. പണ്ട് കാലത്ത് സ്ട്രൈറ്റ് ഫോർവേഡായിട്ട് ന്യൂസ് കൊടുത്തിട്ട് അങ്ങനെ മാത്രം കൊടുത്തിട്ടുണ്ടായിരുന്ന ന്യൂസ് പേപ്പേഴ്സ് ഇപ്പോൾ കുറച്ചുകൂടെ ഫാറ്റിക് ആയിട്ടുള്ള വേർഡ്സും ഫ്ലറിഷിങ് ലാംഗ്വേജസും ഒക്കെ യൂസ് ചെയ്യാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ, കുറച്ചുകൂടെ കളർ കൊടുക്കാൻ വേണ്ടിയിട്ട്, കുറച്ചുകൂടെ ഇൻട്രസ്റ്റിംഗ് ആക്കാൻ വേണ്ടിയിട്ട്, ഒരു ക്യൂരിയോസിറ്റി ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയാണ് ഈ രീതിയിൽ നമ്മൾ കൊടുക്കുന്നത്. ഓക്കെ, നമ്മുടെ ന്യൂസ് പേപ്പറിൽ തന്നെ മെയിൻ അട്രാക്ഷൻ ആയിട്ടുള്ള ഒരു പേജാണ് സ്പോർട്സ് പേജ് എന്ന് പറയുന്നത്. മോസ്റ്റ്ലി എല്ലാവരും വായിക്കുന്ന ഒരു പേജാണ് സ്പോർട്സ് പേജ്. എല്ലാവരും ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരു പേജാണ് സ്പോർട്സ് പേജ്. അതുകൊണ്ട് തന്നെ അത് കുറച്ചുകൂടെ കളർഫുൾ ആക്കാനാണ് ന്യൂസ് പേപ്പേഴ്സ് ഇപ്പോൾ ശ്രമിക്കുന്നത്. ഫോട്ടോഗ്രാഫ്സ് ഒക്കെ ആഡ് ചെയ്ത് ഡിഫറെൻറ്റ് ഫോണ്ട് സ്റ്റൈൽസും ഹൈലൈറ്റും ഒക്കെ കൊടുത്ത് പല രീതിയിൽ നല്ല ഭംഗിയാക്കി കൊടുക്കാനാണ് ന്യൂസ് പേപ്പേഴ്സ് ഇപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നത്. മുമ്പത്തെ പോലെ കണ്ടൻറ്റ് എന്താണെന്നുള്ളത് കൊടുക്കുക എന്നുള്ളതിലുപരി അത് എത്രത്തോളം ഇൻട്രസ്റ്റിംഗ് ആക്കി കൊടുക്കാം എന്നുള്ളതാണ് ഇപ്പോൾ നോക്കുന്നത്. 1-2 എക്സാമ്പിൾസ് ഒക്കെ തന്നിട്ടുണ്ട്. 3 അടിയിൽ മുങ്ങി എന്ന് പറഞ്ഞിട്ടുള്ള ഹെഡ്ലൈൻസ് കൊടുക്കുക, ഉയരെ, അതിവേഗം എന്നുള്ള രീതിക്കൊക്കെയുള്ള കുറച്ചുകൂടെ ക്യാച്ചി ആയിട്ടുള്ള ഒരു ക്യൂരിയോസിറ്റി ജനറേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഇതിലേക്ക് ന്യൂസ് പേപ്പേഴ്സ് മാറിയിട്ടുണ്ട് എന്നുള്ളതാണ് പറയുന്നത് പണ്ടത്തെ അപേക്ഷിച്ച്.
അതിന് വേണ്ടിയിട്ട് ന്യൂസ് പേപ്പേഴ്സിന് അവരുടെ സ്വന്തം സ്റ്റൈൽ ബുക്കുകളുണ്ട്. സ്റ്റൈൽ ബുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ റൂൾസും എക്സാമ്പിൾസും, അതായത് പങ്ക്ച്വേഷൻ, ടൈപ്പോഗ്രഫി, അതിൻ്റെയൊക്കെ ന്യൂസും റൂൾസും എക്സാമ്പിൾസും ഒക്കെ പറയുന്ന ബുക്കിനെയാണ് നമ്മൾ സ്റ്റൈൽ ബുക്ക് എന്ന് പറയുക. റൈറ്റേഴ്സും എഡിറ്റേഴ്സും ഒക്കെയാണ് ഇതിന് മോസ്റ്റ്ലി യൂസ് ചെയ്യുന്നത്. ഇന്നത്തെ ന്യൂസ് പേപ്പറിലൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നൗഡേയ്സ് പൊളൈറ്റ് ആയിട്ടുള്ള വേർഡ്സും ഫ്രേസസും ഒക്കെ യൂസ് ചെയ്യുക, ഒഫെൻസീവ് ആയിട്ടുള്ള അൺപ്ലസൻ്റ് ആയിട്ടുള്ള വേർഡിങ്സും റിമാർക്സും ഒക്കെ മാറ്റുക എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നോക്കുന്നത്. കുറച്ചുകൂടെ ഫ്രേസസിൽ വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്. ഡിഫറെൻ്റ്ലി ഏബിൾഡ് എന്നാണ് നമ്മൾ ഡിസേബിൾഡിന് പകരം നമ്മൾ യൂസ് ചെയ്യുന്നത്. മെൻ്റലി റിട്ടാർഡഡ് എന്ന് പറയുന്നതിന് പകരം നമ്മൾ എന്താ യൂസ് ചെയ്യുക? മെൻ്റലി ചലഞ്ച്ഡ് എന്ന് യൂസ് ചെയ്യും. ബ്ലൈൻഡ് എന്ന് പറയുന്നതിന് പകരം നമ്മൾ വിഷ്വലി ചലഞ്ച്ഡ് എന്ന് യൂസ് ചെയ്യും. പേപ്പർ ബോയ് എന്ന് പറയുന്നതിന് പകരം മീഡിയ ഡിസ്ട്രിബ്യൂഷൻ എക്സിക്യൂട്ടീവ് എന്നുള്ള രീതിക്കാണ് നമ്മൾ അതിനെ പറയാറുള്ളത്. അന്യസംസ്ഥാന തൊഴിലാളികൾ എന്ന് പറയുന്നതിന് പകരം നമ്മൾ എന്ത് ചെയ്യും? ഇതര സംസ്ഥാന തൊഴിലാളികൾ എന്നാണ് നമ്മൾ പറയുക. സോ അങ്ങനെ കുറച്ചുകൂടെ ഫ്രേസസിൽ ഡിഫറൻസ് കൊണ്ടുവന്നിട്ടുണ്ട് ഇന്നത്തെ ന്യൂസ് പേപ്പേഴ്സ് എന്നാണ് പറയുന്നത്. ടെലിവിഷൻ്റെ കേസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ഷോർട്ടായിട്ടാണ് അവർ പറയുക ന്യൂസ് പേപ്പറിനെക്കാളും. സമ്മപ്പ് ഓഫ് ദ സ്റ്റോറി ആയിട്ടാണ്, വിഷ്വൽസിൻ്റെ കൂടെ അക്കമ്പനി ചെയ്ത് നമ്മൾ കൊടുക്കുന്ന ലൈൻസ് ആയിട്ടാണ് നമ്മൾ കൊടുക്കാറുള്ളത്. വെബിൻ്റെ ഹെഡ്ലൈൻസ് ആണെന്നുണ്ടെങ്കിൽ, ഇൻ്റർനെറ്റിലൂടെ വരുന്ന ആർട്ടിക്കിൾസിൻ്റെ ഒക്കെ ഹെഡ്ലൈൻസ് ആണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ അട്രാക്റ്റീവ് ആയിട്ട്, അറ്റൻഷൻ സീക്കിംഗ് ആയിട്ട് ഓൺലൈൻ മീഡിയ പേജിലേക്ക് ഏറ്റവും കൂടുതൽ റീഡേഴ്സിന് എത്തിക്കാൻ പറ്റുന്ന തരത്തിലായിരിക്കും അവരത് കൊടുക്കുന്നുണ്ടായിരിക്കുക. ഹെഡ്ലൈൻസ് ആണ് ടാർഗറ്റഡ് ഓഡിയൻസിനെ കൊണ്ട് ആ ഒരു ആർട്ടിക്കിൾ വായിപ്പിക്കാൻ കാരണമാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അതിനത്രയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. ഹാർഡ് ന്യൂസിനും സോഫ്റ്റ് ന്യൂസിനും ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഹെഡ്ലൈൻസ് ആണ് നമ്മൾ കൊടുക്കാറുള്ളത്. ഹാർഡ് ന്യൂസ് ആണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് മനസ്സിലാവാൻ പറ്റുന്ന രീതിയിൽ സമ്മപ്പ് ആയിട്ടായിരിക്കും നമ്മൾ കൊടുക്കുന്നുണ്ടായിരിക്കുക. സോഫ്റ്റ് ന്യൂസിൻ്റെ ഹെഡ്ലൈൻസ് ആണ് എന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഫ്ലറിഷ് ലാംഗ്വേജസിലൊക്കെ നമുക്ക് കൊടുക്കാവുന്നതാണ്. ഓക്കെ, ഇനി എങ്ങനെയാണ് എഫക്റ്റീവായിട്ടൊരു ഹെഡ്ലൈൻ നമ്മൾ എഴുതുക എന്നുള്ളതാണ് റൈറ്റിംഗ് എഫക്റ്റീവ് ഹെഡ്ലൈൻ. ഓക്കെ, പറഞ്ഞ പോയിൻറ്റ്സ് തന്നെയാണ് റിപ്പീറ്റ് ചെയ്യുന്നത്, പുതിയ കാര്യങ്ങളൊന്നുമല്ല. സിമ്പിളായിരിക്കണം, അട്രാക്റ്റീവ് ആയിരിക്കണം, ഈസി ടു റീഡ് ആയിരിക്കണം. അത് വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്താണോ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഉദ്ദേശിച്ചത് അത് തന്നെ ആയിരിക്കണം മനസ്സിലാവേണ്ടത്. അതൊരിക്കലും റീഡറിനെ മിസ്ലീഡ് ചെയ്യാൻ പാടില്ല. ഓക്കെ, അക്യുറേറ്റ് ആയിരിക്കണം. ഡബിൾ മീനിങ് ഉള്ള വാക്കുകളൊന്നും നമ്മൾ യൂസ് ചെയ്യാൻ പാടില്ല. അൺവാണ്ടഡ് ആയിട്ടുള്ള വേർഡ്സ് ഒന്നും യൂസ് ചെയ്യേണ്ട കാര്യമില്ല, ആവശ്യമുള്ള മാത്രം പറഞ്ഞാൽ മതി. എക്സാജറേറ്റ് ചെയ്യേണ്ട കാര്യമില്ല. ഗ്രാമാറ്റിക്കൽ ആയിട്ടുള്ള എറേഴ്സ് ഒന്നും ഇല്ലാതെ വേണം ഹെഡ്ലൈൻസ് കൊടുക്കാനായിട്ട്. ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്ലാങ്സ് ഒന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ട് എഴുതുകയാണെന്നുണ്ടെങ്കിൽ എഫക്റ്റീവായിട്ടൊരു ഹെഡ്ലൈൻ നമുക്ക് എഴുതാനായിട്ട് പറ്റും. ഓക്കെ, സോ ഈ ഒരു യൂണിറ്റിൽ നിങ്ങൾക്ക് ഇത്രയാണ് പഠിക്കാനുള്ളത്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാവുന്നതാണ്. സോ സീ യു ഇൻ അവർ നെക്സ്റ്റ് വീഡിയോ. മഹാലോ.